ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പത്മ നവീനോട് കട്ടായം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരു തീ വീട്ടിൽ മരുമോളായിട്ട് വേണ്ട എന്നുള്ളത്. നിൻ്റെ അച്ഛൻ ഇത്തവണ ലീവിന് വന്നിട്ട് കല്യാണം നടക്കാത്ത ഫ്ലൈറ്റ് കയറിയാലും ശരി, അവളെ മരുമകളാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പത്മ തർപ്പിച്ചു പറയാം. അപ്പോൾ നീ പച്ചക്കൊടി കാണിച്ചിട്ടാണ് ഇവൻ ഇവിടുന്ന് സന്തോഷത്തോടെ പോയതെന്ന് മുത്തശ്ശൻ പറയുമ്പം അപ്പോഴും പറഞ്ഞില്ലല്ലോ കല്യാണം കഴിക്കാൻ കണ്ടുവച്ചിരിക്കുന്നത് അവളെയാണെന്ന്. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ കിടന്ന് ചൂടാകുന്നത് എന്ന് ചോദിക്കാൻ നവീൻ. അപ്പം ആരെ നീ കെട്ടിയാലും അത് അവളെ ആകരുത്, എനിക്ക് അത്രയേ ഉള്ളൂ എന്ന് പത്മ നവീനോട് പറയുക കേട്ടോ. അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തായാലും നന്നായി. ഇനിയിപ്പോൾ നന്ദുവിൻ്റെ അച്ഛനോടും അമ്മയോടും ഇത് പറയാമല്ലോ എന്ന് നവീൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക. അപ്പോൾ നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു അമ്മ. അത് പിന്നെ എസ് ഐ നന്ദുവിൻ്റെ കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് സാറ് വന്നത്. ഇനിയിപ്പോൾ അത് പറയണോ വേണ്ടോ എന്ന് ആലോചിക്കായിരിക്കും എന്ന് ഗുമസ്തൻ ചേട്ടൻ പറഞ്ഞപ്പം എന്ന് തന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു നവീൻ. എൻ്റെ മനസ്സ് വായിച്ചെടുക്കാൻ നടക്കുന്ന ഒരാൾ എന്നും പറഞ്ഞ് നവീൻ അകത്തേക്ക് കയറിപ്പോയി. നവീൻ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പത്മ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നടക്കുക. അപ്പം മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോയ പോലെ അല്ലല്ലോ പത്മേ നിൻ്റെ മോൻ തിരിച്ചു വന്നിരിക്കുന്നത്, അവന് കാര്യമായിട്ട് എന്തോ വിഷമം തട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പം ഇനി എസ് ഐ നന്ദു തന്നെ ആയിരിക്കുമോ ആ വിഷമത്തിൻ്റെ കാരണം എന്നൊക്കെ ഗുമസ്തൻ ചോദിക്കുമ്പോൾ എങ്കിലേ അവൻ കുറെ വിഷമിക്കേണ്ടി വരും. അവളെ എനിക്കിഷ്ടമല്ല, അവളുടെ അമ്മയെ എനിക്കിഷ്ടമല്ല എന്ന് പത്മം തറപ്പിച്ച് തന്നെ പറഞ്ഞു. പിന്നെ മുൻപ് അമ്പലത്തിലൊക്കെ വരുമ്പോൾ കനക അവിടെ വരുന്ന ചെറുപ്പക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ തിരക്കുമായിരുന്നു എന്നും അതിൽ ആരെങ്കിലും കോടീശ്വരന്മാരുടെ മക്കളാണോ എന്നായിരുന്നു അവൾ നോക്കിക്കൊണ്ടിരുന്നതെന്നും പത്മ പറയുക കേട്ടോ. പിന്നെ പുറത്തിറങ്ങി നോക്കുമായിരുന്നു അവർ വന്നത് ആഡംബര കാറിലാണോ എന്നൊക്കെ അറിയാനായിട്ടേ. അവളുടെ ആ ഒരു സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നെന്നാണ് മൂർത്തി പറഞ്ഞതെന്ന് മുത്തശ്ശൻ പറയുമ്പോൾ എന്ത് മാറിയെന്ന് പറഞ്ഞാലും ഒരാളുടെ അടിസ്ഥാന സ്വഭാവം ഒന്നും മാറത്തില്ല ചാന്ന് പത്മ. അങ്ങനെ അത്യാഗ്രഹിയായ ഒരാളുടെ മോളെ നമുക്ക് വേണ്ടാന്നും പത്മ തറപ്പിച്ച് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോയി. ഇപ്പോൾ പത്മ ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇവരാകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുവാണ്, മുത്തശ്ശനും അതുപോലെ ഗുമസ്തനും കൂടെ. ഇത് കഴിഞ്ഞ് നമ്മുടെ നവീൻ കണ്ണാടിയുടെ മുന്നിൽ പോയി ഇങ്ങനെ നോക്കി നിൽക്കുക തന്നെ ഇങ്ങനെ കുറേ നേരം കണ്ണാടിയിൽ ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ ആദ്യമായിട്ടല്ലേടാ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടത്, എന്നിട്ട് അവൾ കൈവിട്ട് പോയല്ലേ എന്നിങ്ങനെ മനസാക്ഷി വന്ന് നവീനോട് ചോദിക്കുന്നു. എന്തായാലും എനിക്ക് മനസ്സ് കൊടുത്ത നന്ദുവിനെ ഇനി എനിക്ക് വേണ്ട എന്ന് നവീൻ പറയാം. അവരുടെ പ്രണയത്തിനിടയിലേക്ക് ഞാനൊരു വില്ലനായിട്ട് ഇനി ചെന്ന് കയറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അനിയും നിൻ്റെ ആത്മാർത്ഥ സുഹൃത്തൊക്കെ ആയിരുന്നു. അങ്ങനൊരു സുഹൃത്തിന് അവൻ്റെ മനസ്സിൽ എന്താണെന്ന് നിന്നോട് പറയാമായിരുന്നു എന്ന് നവീനോട് തൻ്റെ മനസാക്ഷി പറയണു. അങ്ങനെ ആയിരുന്നെങ്കിൽ നീ ഇങ്ങനെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുമായിരുന്നില്ല എന്നും പറയുവാണ്. അതിന് അനിക്കും നന്ദുവിനും ചെറിയൊരു ശിക്ഷ കൊടുക്കണം എന്ന് തറപ്പിച്ചു പറയുക. അപ്പോൾ പ്രത്യേകിച്ച് അനിയെ ഒന്ന് ഭയപ്പെടുത്തുന്നത് നല്ലതായിരിക്കും എന്ന് പറയുന്നു. അതുകൊണ്ട് അവർ തമ്മിൽ ഒന്നിക്കുന്നതിന് മുൻപ് നീയും ഇതുപോലൊരു നാടകം കളിക്കണമെന്ന കാര്യം പറയുക. നവീൻ ഇപ്പം ഒന്ന് ചിരിച്ചു. അങ്ങനെ ചിരിച്ചുകൊണ്ട് നമ്മുടെ നവീൻ അവിടെ അങ്ങനെ നിൽക്കുന്നു. ആ നാടകത്തിൻ്റെ ക്ലൈമാക്സിൽ ഞാൻ തന്നെ മുൻകൈ എടുത്ത് അവരെ ഒന്നിപ്പിക്കുകയും ചെയ്യുമെന്ന് നമ്മുടെ നവീൻ പറയുന്നു. പക്ഷെ അവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ ലൈഫ് തുടങ്ങുന്നതിന് മുൻപ് എന്നെപ്പോലെ കുറച്ചൊന്ന് വിഷമിക്കണമെന്നും നവീൻ ചിന്തിക്കുക. അല്ലെങ്കിൽ തന്നെ അവർക്ക് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാൻ തടസ്സങ്ങൾ ഒരുപാടുണ്ടല്ലോ എന്നൊക്കെ നവീൻ ഇങ്ങനെ ചിന്തിക്കട്ടെ മനസ്സുകൊണ്ട്. അങ്ങനെ നവീൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഇനി അമ്മ ആഗ്രഹിക്കുന്നത് പോലൊരു പെണ്ണിനെ കണ്ടെത്താം, എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമെന്ന് അറിയില്ല എന്നും നവീൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവം അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനെ ഇങ്ങനെ ഇവിടെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ആദർശ് എന്താ അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കണേന്നും ചോദിച്ചു വന്നു. അത് പിന്നെ ഞാൻ നവീനെ പറ്റി ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അനിയത്തിക്ക് അവൻ ഭർത്താവായിട്ട് വരുന്നത് കൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കുമായിരിക്കും. ഇവിടെ അതൊന്നും അല്ല കാര്യം. മുത്തശ്ശനോട് ഞാൻ നാഗേന്ദ്രൻ തങ്ങളുടെ ഭാഗത്ത് ന്യായം പറയാൻ ചെന്നപ്പോൾ മുത്തശ്ശൻ അത് കേൾക്കാൻ പോലും താല്പര്യം കാണിക്കുന്നില്ല. മുൻപും അങ്ങനെ തന്നെയായിരുന്നു. ആ ശങ്കരനങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശനോട് പറഞ്ഞപ്പോൾ അന്ന് മുത്തശ്ശൻ അതിന് ചെവി കൊടുത്തില്ല എന്ന് പറഞ്ഞു ആദർശ്. അതുകൊണ്ട് ഇവിടെ എന്തായാലും ഒരാളെ രക്ഷപ്പെട്ടു എന്ന് നയന പറഞ്ഞപ്പം എങ്ങനെ രക്ഷപ്പെട്ടാലും എനിക്കിനി അവരെ സ്നേഹിക്കാൻ പറ്റില്ല. എല്ലാ കാലത്തും അവരവരുടെ സ്വഭാവ ഗുണം കാണിച്ചിട്ടുണ്ട്. ഏതോ നീചയായ സ്ത്രീക്കാണ് അവരുണ്ടായതെന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുക ജലജയെപ്പറ്റി. അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ ആയിപ്പോയതെന്നും അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തി അവർക്ക് ഈ രീതിയിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല എന്നും. അതുകൊണ്ട് ഇപ്പോൾ അംബികയുടെ അച്ഛൻ്റെ അടുത്ത് കൂടുതൽ നീരസമൊന്നും നമ്മൾ കാണിക്കേണ്ടെന്ന് പറഞ്ഞു. അതിപ്പം നമ്മൾ ശത്രുവായിട്ട് അയാൾ പ്രഖ്യാപിച്ചത് കൊണ്ട് മൂർത്തി ജ്വല്ലറിയെ തകർക്കുമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുക.
അപ്പോൾ അത് നമുക്ക് അനുവദിച്ച് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ പ്രശ്നം അങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും വലിയ സങ്കടമാണ് ആദർശേട്ടാന്ന് നയന പറയണു. പിണങ്ങിപ്പോയ നന്ദു ഇതുവരെയും തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന കാര്യം പറഞ്ഞ് അവളെ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കിട്ടണില്ലെന്ന് അച്ഛനും അമ്മയും പറയുന്നതെന്ന കാര്യവും നയന പറയാട്ടോ. അതുപോലെ നവീൻ എൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണാലോചിച്ച് പോയിട്ട് നമ്മളാരും നവീനെ ഒന്ന് വിളിച്ചത് പോലും ഇല്ലല്ലോ എന്നും നയന പറഞ്ഞു. അതിനിപ്പോൾ എന്താ, ഞാനിപ്പോൾ തന്നെ അവനെ വിളിക്കാമല്ലോ എന്നും പറഞ്ഞ് ആദർശ് ഫോൺ എടുത്ത് വിളിക്കുകയാണ്. അപ്പോൾ ആദർശിൻ്റെ കോള് കണ്ടപ്പോഴത്തേക്കും നവീൻ ആകെ ഇതായി. എന്നിട്ട് വേഗം തന്നെ ഫോൺ എടുത്തു. ഹലോ ആദർശേട്ടാ, നവീൻ, ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നവീൻ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനൊരു ഇഷ്ടം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ പറയണ്ടായിരുന്നു എന്ന് ചോദിക്കും കേട്ടോ. അത് പിന്നെ ഒന്നും പറയണ്ടെന്നേ, നന്ദുവിന് പറ്റിയ ആൾ തന്നെയാണ് നവീൻ എന്നിങ്ങനെ ആദർശ നേരം നവീനോട് പറയാട്ടോ. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കല്യാണം എപ്പോഴേ നടത്തി തന്നേനെന്നും ഇവിടെ നയനയുണ്ട്, ഞാൻ കൊടുക്കാൻ കേട്ടോ എന്നും പറഞ്ഞ് ഫോൺ നയനയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പം നയന ഹലോ നവീനെ, വീട്ടിൽ വരുവും പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനൊരു താല്പര്യം മനസ്സിലുണ്ടായിരുന്നല്ലേ എന്ന് നയന ചോദിക്കണം. അപ്പോൾ അത് പിന്നെ നയന ഇനിയിപ്പോൾ കിടന്ന് ഉരുളൊന്നും വേണ്ട, അറിയിക്കേണ്ട കാര്യങ്ങളെ എൻ്റെ അച്ഛനും അമ്മയും അറിയിച്ചല്ലോ എന്നൊക്കെ നയന പറയാം. പാവം നവീനൊന്നും മിണ്ടുന്നില്ല. അവളെ വീട്ടിൽ നിന്ന് പിണങ്ങി മാറി നിൽക്കുക, എവിടെയുണ്ടെന്ന് നവീൻ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ നന്ദുവിനെ വിളിച്ചില്ല എന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ തമ്മിൽ ഇടയ്ക്കൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ടല്ലോ, അങ്ങനെ വിളിക്കുമ്പോൾ വീട്ടിലെല്ലാവരും വിഷമത്തിലാണ് നമ്മളോടൊന്ന് പറഞ്ഞേക്കണേ. പിന്നെ ഇപ്പോൾ നവീൻ വന്ന് വീട്ടിൽ പെണ്ണ് ആലോചിച്ചതിൻ്റെ സന്തോഷം അച്ഛനും അമ്മയ്ക്കും നല്ലതുപോലെ ഉണ്ടെന്നും പറഞ്ഞു. അതോടൊപ്പം നന്ദു വീട്ടിൽ നിന്ന് പോയതിൻ്റെ ആ ഒരു വിഷമം ഉണ്ടെന്ന കാര്യവും പറയാം. ഞങ്ങളിടയ്ക്ക് നവീൻ്റെ വീട്ടിലേക്ക് വരാം കേട്ടോ എന്ന് നയന പറയുന്നു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. നവീൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. മൊത്തം ധർമ്മസങ്കടത്തിലായി നവീൻ. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ആദർശം നയനയും കൂടിയും നവീനെ എന്തോ ഒരു ചമ്മലുണ്ട് എന്ന് പറയണു. അത് ഇത്രയും കാലം നന്ദുവിനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുമായിരുന്നല്ലോ, അതൊക്കെ നമ്മൾ അറിഞ്ഞതിൻ്റെ ഒരു ചമ്മലാണെന്ന് ആദർശം നേരം പറഞ്ഞു. എന്തായാലും ഇനി അവരുടെ വിവാഹം അത് വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമില്ല. നന്ദുവിന് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിലും അതൊക്കെ നീ പറഞ്ഞ് ശരിയാക്കണമെന്ന കാര്യവും പറയുന്നു. നവീനായതുകൊണ്ട് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അവൾക്കിനി പയ്യൻ കൊള്ളില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ നയന പറയുക. അനിയെപ്പോലെ തന്നെയാണ് നവീനും. അന്ന് കോടതിയിൽ അവനില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ കുടുങ്ങിപ്പോയേനെന്ന കാര്യം ആദർശ് പറഞ്ഞിട്ട് അതിന് നന്ദി കാണിക്കാൻ പറ്റിയൊരു സമയമാണിതെന്നൊക്കെ ആദർശ് പറയണം. നമ്മൾ തന്നെ ഈ കല്യാണം മുന്നിൽ നിന്ന് നടത്തി കൊടുക്കണമെന്നും അങ്ങനെ അവർ കല്യാണം അങ്ങ് വന്ന രീതിയിൽ സംസാരിക്കുക. പിന്നെ കാണിക്കുന്നത് ഗോവിന്ദേട്ടനെയും കനകയാണ്. അപ്പോൾ അതെ, നയനമോള് വിളിച്ചിട്ട് നന്ദുവിനോട് ഇവിടേക്ക് വരാനൊക്കെ പറഞ്ഞു, എന്നിട്ടും അവൾ വന്നില്ലല്ലോ എന്ന് കനക. ഇനിയിപ്പോൾ വഴക്ക് പറഞ്ഞതിന് ഞാൻ അവളോട് മാപ്പ് പറയണമായിരിക്കും. അങ്ങനെ അച്ഛനെ കൊണ്ട് അവൾ മാപ്പൊന്നും പറയിക്കില്ല എന്ന് കനക അന്നേരം പറഞ്ഞു. പിന്നെ പക്ഷേ ഗോവിന്ദേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞത് ഇച്ചിരി കൂടിപ്പോയല്ലേ എന്ന് കനക ചോദിക്കാം കേട്ടോ. അല്ല, അവൻ്റെ അച്ഛൻ ലീവിന് വരുമ്പോൾ തന്നെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞതുകൊണ്ടേ പെട്ടെന്ന് പെണ്ണ് കാണലുണ്ടായിരിക്കും അല്ലേ എന്നൊക്കെ കനക പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് അങ്ങ് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ നവീൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷമേ അവരെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരത്തുള്ളായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പം എന്തായാലും നയനമോളും ആദർശമൊക്കെ ഈ വിവരം അറിഞ്ഞതിന് ശേഷം വലിയ സന്തോഷത്തിലാണ് ഗോവിന്ദേട്ടാന്ന് പറഞ്ഞു. പിന്നെ ആദർശ് ഇടയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചായിരുന്നു കനകെ. ഒരു കാരണവശാലും നവീനെ പോലൊരു പയ്യനെ വിട്ട് കളയരുതെന്നാണ് ആദർശ് എന്നോട് പറഞ്ഞത്. എന്ന് മാത്രമല്ല നന്ദുവിന് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അവരെ സംസാരിച്ച് ശരിയാക്കിക്കോളാം എന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അതെ, പക്ഷെ എനിക്ക് തോന്നുന്നില്ല നവീന് നന്ദു വേണ്ട എന്നും പറയും എന്നുള്ളത്. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണല്ലോ കനകെ നമ്മുടെ മക്കൾക്ക് ബന്ധങ്ങൾ വരുന്നത് എന്ന് ഗോവിന്ദേട്ടൻ അന്നേരം പറഞ്ഞു. നീ കോടികളുള്ള വീട്ടിലേക്ക് മക്കളെ പറഞ്ഞു വിടാനായിട്ട് ആഗ്രഹിച്ചതാ. ആ ആഗ്രഹം ഇപ്പം നീ പാടെ നിരസിച്ചു കളഞ്ഞു. എങ്കിലും അറിഞ്ഞോ അറിയാതെയോ അതുപോലുള്ള ബന്ധങ്ങളാണ് നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഗോവിന്ദേട്ടൻ പറയുകയും ചെയ്തു. അനന്തപുരക്കാരെ സമ്പന്നരൊന്നും അല്ലെങ്കിലും ഒട്ടും മോശമല്ല നരസിംഹം സാറും കുടുംബവും. അതുമാത്രമല്ലല്ലോ ഗോവിന്ദേട്ട, നവീൻ പേരെടുത്തൊരു വക്കീലല്ലേ, നന്ദു ആണെന്നുണ്ടെങ്കിലോ SI. അപ്പോൾ രണ്ടാളും നിയമം കൈകാര്യം ചെയ്യുന്നവരല്ലേ, അവർ തമ്മിൽ നല്ല ചേർച്ചയായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പം അതുതന്നെയാണ് എനിക്കും സന്തോഷമായത് കനകെ. അതുമാത്രമല്ല സാധാരണ പയ്യനാണെങ്കിൽ അവനും അവൻ്റെ കുടുംബവും തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് പോകുന്ന നന്ദുവായിട്ട് പൊരുത്തേട്ട് പോകണമെന്നൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു വക്കീലിനെ SIയുടെ തിരക്കും കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള കല്ലുകടികളും ഉണ്ടാകാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദേട്ടൻ ഇങ്ങനെ ഇരുന്ന് ആശ്വാസത്തോടെ സംസാരിക്കുന്നു. ഇനിയിപ്പോൾ ജാതകമൊന്നും ഞാൻ നോക്കാൻ നിൽക്കുന്നില്ല എന്ന് കനക. അത് അവർ നോക്കിയാലോ, അത് പിന്നെ അവർ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞോട്ടെ എന്ന് കനക.
എനിക്കിനി നവീനെ വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ല ഗോവിന്ദേട്ടാ എന്ന് പറഞ്ഞ് ഭയങ്കര പ്രതീക്ഷ കേട്ടോ. അത്രയ്ക്ക് നന്ദുമോളും നവീനും തമ്മിൽ ചേർച്ചയുണ്ടെന്നൊക്കെ പറയുകയും ചെയ്തു. ഈ ബന്ധം നടക്കണേന്നാ ഇപ്പം എൻ്റെ ഒരു പ്രാർത്ഥന, ഗോവിന്ദേട്ടൻ അറിയാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ നന്ദുവും അനിയും കൂടെ സംസാരിക്കുക കേട്ടോ. അന്നേരം എടാ വീട്ടിൽ നിന്ന് ഒരുപാട് തവണ എന്നെ വിളിച്ചു, എനിക്ക് അങ്ങോട്ട് പോകാനും തോന്നുന്നില്ലടാ. എന്തായാലും നീ അവിടുന്ന് പിണങ്ങി ഇറങ്ങി പോകുന്നതല്ലേ, അതുകൊണ്ട് വിളിച്ചിട്ട് എടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ അനി. വീണ്ടും നന്ദുവിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നു. അപ്പോൾ എടാ അച്ഛൻ്റെ മെസ്സേജാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതെടുത്ത് ഓപ്പൺ ആക്കുന്നു കേട്ടോ. അന്നേരം മോളെ നീ എന്താ വിളിച്ചിട്ട് എടുക്കാത്തത്, എന്താ വരാത്തത്? അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലേ മാപ്പ് ചോദിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ നന്ദുവിനോട് പറയണു. അതായത് വോയിസ് നോട്ടിലൂടെ ഇവിടെ നവിയും വന്നായിരുന്നെന്നും എന്തിനാ വന്നതെന്നൊക്കെ നിനക്കറിയാമല്ലോ, അതേപ്പറ്റിയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാ, ഒന്ന് പെട്ടെന്ന് വന്നേ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ സംശയം എന്തായാലും ശരിയായി, അവൻ അവിടെ എത്തിയല്ലേന്ന് ചോദിച്ചു. എൻ്റെ ദൈവമേ, ഇനിയിപ്പോൾ ഒരു കാരണവശാലും എനിക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൊത്തം നവീനനെ കുറിച്ചായിരിക്കും അവർ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോകുന്നത്. അവൻ്റെ അമ്മയും മുത്തശ്ശനും ഒക്കെ സമ്മതം മൂളിയിട്ടുണ്ടെന്നും അല്ലെങ്കിൽ അവൻ ഇത്ര ധൈര്യത്തോടെ നിന്നെ സമീപിക്കില്ല എന്നും പറയണു. നിന്റെ വീട്ടിലും അവൻ അങ്ങനെ ഓടിപ്പിടിച്ച് പോയില്ല എന്ന്. ഇത് വല്ലാത്തൊരു കെണിയായി പോയല്ലോടാ. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകണമെങ്കിൽ ആ കെണിയിൽ നിന്ന് നമ്മൾ പുറത്ത് ചാടിയേ പറ്റൂ എന്ന് അനി പറയണം. നിനക്കറിയാവല്ലോ, ഞാൻ എൻ്റെ മുത്തശ്ശൻ്റെ മുന്നിൽ തലയുറച്ച് പിടിച്ചതൊന്നും സംസാരിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് മുത്തശ്ശനെ മാത്രമല്ല ആ വീട്ടിൽ മുതിർന്ന എല്ലാവരുടെയും മുന്നിൽ ധൈര്യത്തോടെയാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ളതെല്ലാം തുറന്ന് സംസാരിച്ചത്. അങ്ങനെയാണ് നിശ്ചയം മുടങ്ങിപ്പോലും പോയത്. നന്ദു, അതുപോലെ നീയും ധൈര്യം കാണിക്കണമെന്ന് അനി നന്ദുവിനോട് പറയാം. ജീവിതത്തിൽ എന്നെക്കാളും തൻ്റെ ഉള്ള ഒരാളാണ് നീ, പക്ഷേ നീ അത് നമ്മുടെ കാര്യത്തിൽ മാത്രം പ്രകടിപ്പിക്കുന്നില്ല. അതെന്തൊരു കാരണം എന്താ? അപ്പം എന്താ ഞാൻ പ്രകടിപ്പിക്കേണ്ടത്? നീ പറഞ്ഞതുപോലെ എൻ്റെ മനസ്സിൽ നീയാ. അതുകൊണ്ട് നിന്നെ തന്നെ വിവാഹം കഴിക്കത്തുള്ളൂ എന്ന് ഞാൻ പറയണോ എന്ന് നന്ദു ചോദിക്കുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പിന്നെ യുദ്ധം നടക്കുമെന്നും നന്ദു അനിയെ അറിയിക്കണു. അതുമാത്രമല്ലല്ലോ, നിന്റെ അമ്മ മാറാതെ ഒന്നും ശരിയാവാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പം തന്നെ നീ പറഞ്ഞില്ലേ നവീനേട്ടൻ അമ്മയുടെ മനസ്സ് മാറ്റിയത് കൊണ്ടാണ് നവീനേട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്തതെന്ന്. അതുപോലെ നിൻ്റെ അമ്മയും എൻ്റെ വീട്ടുകാരും നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും ആലോചിച്ച് സമയം കളയില്ല എന്ന് നമ്മുടെ നന്ദു എനിക്ക് വാക്കും കൊടുക്കുന്നു. എൻ്റെ 2 ചേച്ചിമാർ അവിടെ ഉണ്ടെന്ന് പോലും ഞാൻ ഓർക്കില്ല എന്നും പറയാം. നമ്മൾ തമ്മിൽ ഉറപ്പായിട്ട് ഒന്നിച്ചിരിക്കുമെന്നും പറയും. അവന്തികയായിട്ടുള്ള നിശ്ചയം ഒഴിഞ്ഞു പോയപ്പോഴേ വലിയൊരു ടെൻഷനാണ് ഒഴിഞ്ഞു പോയത്. പക്ഷേ അതിനേക്കാളൊരു വലിയ ടെൻഷനാണ് ഇപ്പോൾ തലയിൽ കയറി വന്നിരിക്കുന്നത്. അവിടെ നീ എന്നെപ്പോലെ ബോൾഡായ തീരുമാനങ്ങൾ എടുത്തേ പറ്റുള്ളൂ എന്ന് അനി നന്ദുവിനോട് ഇങ്ങനെ പറയുകയും ചെയ്തു. അങ്ങനെ ഇവർ തമ്മിൽ ആ കാര്യം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കാണിക്കും നമ്മുടെ നവീനെ കേട്ടോ. നവീൻ ഇങ്ങനെ അവിടെ ഇരുന്ന് ആലോചിക്കുക. അപ്പോൾ നവീൻ്റെ ഫോണിലേക്ക് നമ്മുടെ അനി വിളിക്കുന്നു. ഹലോ പറയടാ. അപ്പോൾ എടാ നീ ഒന്ന് നന്ദുവിൻ്റെ വീട്ടിൽ പോയായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ വീട്ടിൽ പോയിരുന്നല്ലോ. എന്നിട്ടേ പറയാനുള്ളതൊക്കെ അവളുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നവീൻ അനിയോട് പറയാം. അപ്പോൾ തൊട്ടരികിൽ നന്ദു നിപ്പുണ്ട് അനിക്കരികിൽ. അതുപോലെ തന്നെ നന്ദുവിനെയും ഞാൻ കണ്ടായിരുന്നു എന്നും പറയാം. നിനക്കല്ലേ എൻ്റെ കാര്യങ്ങൾ പറയാൻ മടി എന്ന് നവീൻ അനിയോട് ചോദിക്കുവാണ്. പക്ഷേ എൻ്റെ ആവശ്യമായി പോയതുകൊണ്ട് ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷൻ. ഇനിയൊന്നും മിണ്ടാതെ നിൽക്കുക. അപ്പോൾ ഹലോ പറയടാ. അവളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ കല്യാണത്തിന് ഭയങ്കര താല്പര്യമാടാ. നന്ദുവിനും എതിർപ്പില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് നവീൻ പറയുമ്പോൾ അനി ഇങ്ങനെ നോക്കുമോ നന്ദുവിനെ. അങ്ങനെയാണെങ്കിൽ അവളതെന്നോട് പറയുമായിരുന്നല്ലോ. അതുകൊണ്ട് അളിയാ ഇനി റൂട്ട് ക്ലിയർ ആണെന്ന് നവീൻ അനിയോട് പറയുന്നു. അല്ല നീ ഇപ്പം എന്തിനാ എന്നെ വിളിച്ചത്? അത് പിന്നെ നീ നന്ദുവിൻ്റെ വീട്ടിൽ പോയി എന്ന് അറിഞ്ഞു, അതറിയാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുമ്പം എടാ പിന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്ന സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു നല്ല ഹോട്ടലിൽ വെച്ച് നിനക്ക് ഞാൻ ചിലവ് ചെയ്യാമെന്ന് നവീൻ അനിയോട് പറയാം. ശരിടാ നീ പറഞ്ഞാൽ മതി, ഞാൻ വന്നോളാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓക്കേടാ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ നവീൻ എന്നിട്ട് അവിടെ അങ്ങനെ ഇരുന്ന് ചിരിക്കുക. എനിക്കിട്ടുള്ള പണി കൊടുത്തോണ്ടിരിക്കുന്നതാണല്ലോ. നിന്നെ ഞാൻ ഇട്ട് വട്ടം കറക്കുവടാ. അവളെയും ഞാൻ കുറേ ടെൻഷൻ അടുപ്പിക്കും, എന്നിട്ടേ ഒന്നിപ്പിക്കത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നിൻ്റെ വീട്ടിലാവുമ്പോൾ വന്ന് പെണ്ണാലോചിച്ചില്ലേ, അതുപോലെ തന്നെ നിന്നോട് പോകും പ്രണയം പറഞ്ഞല്ലോ, അതിന് ചിലവേ ചെയ്യാമെന്ന് അനി നന്ദുവിനോട് പറയുമ്പം നിന്നെ കാണും പരിചയപ്പെടും ഒന്നും ചെയ്യണ്ടായിരുന്നു എന്ന് നന്ദു. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ? അങ്ങനെയായിരുന്നെങ്കിൽ നിൻ്റെ റൂട്ട് ക്ലിയർ ആയിരുന്നല്ലോ അല്ലേന്ന് അനി. ഇപ്പം എടിപിടിയുന്ന അവനുമായിട്ടുള്ള കല്യാണവും നടത്തായിരുന്നു എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്.
നിന്നെ കണ്ടില്ലായിരുന്നെങ്കിലും ശരി, നവീനേട്ടനെ എനിക്ക് ആ രീതിയിലൊന്നും കാണാനൊന്നും പറ്റത്തില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടുമില്ല എന്ന് നന്ദു പറയാം. പിന്നെ നീ ഇപ്പം എന്നെ പരിചയപ്പെടേണ്ടായിരുന്നു എന്ന് പറഞ്ഞതോ? അതെന്താ? എങ്കിൽ എൻ്റെ ടെൻഷൻ കുറഞ്ഞ് കിട്ടിയാനേ ഞാൻ അതാ പറഞ്ഞത്. നിന്നെ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് എനിക്ക് ഒരു മനസമാധാനവും കിട്ടിയിട്ടില്ല എന്ന് നന്ദു അനിയോട് പറയുക കേട്ടോ. പിന്നെ പലപ്പോഴും ഇത് കാരണം എൻ്റെ ഉറക്കം പോലും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യവും പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് നമ്മുടെ നന്ദു ആകെ സമാധാനം കിട്ടി നിൽക്കുക. ഞാൻ ഇഷ്ടപ്പെട്ട പ്രൊഫഷനാണ് ഞാൻ തിരഞ്ഞെടുത്തത്, അതൊക്കെയായിട്ട് ഇപ്പോൾ സന്തോഷത്തോടെ ജീവിച്ചു പോവേണ്ടതാണ് ഞാൻ. എടീ, എൻ്റെ കാര്യവും അത് അങ്ങനെ തന്നെയല്ലേ? നിന്നെ കണ്ടതുകൊണ്ടാണ് നിന്നെ ഞാൻ പ്രണയിച്ചത്. പിന്നെ അത് കാരണം നിൻ്റെ അത്രത്തോളം പോലും എനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്ന് അനി നന്ദുവിനോട് പറയാം. പിന്നെ അതേ ഇപ്പം തന്നെ നീ നോക്കിക്കേ, നവീൻ നിന്നോട് അവൻ്റെ മനസ്സിലുള്ളത് പറയുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയത്തിലായിരുന്നു ഞാൻ ഇത്രയും നാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നിന്നോട് മാത്രമല്ല, നിൻ്റെ വീട്ടുകാരോടും അവനെല്ലാം പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അവനെപ്പോലെ ഒരുത്തൻ നിൻ്റെ വീട്ടിൽ ചെന്ന് പെണ്ണാലോചിച്ചാൽ നിൻ്റെ അച്ഛനും അമ്മയും എന്താ അത് വേണ്ടാന്ന് വെക്കുമെന്നും ചോദിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, നമ്മൾ തമ്മിൽ കണ്ടില്ലായിരുന്നു എങ്കിൽ നമുക്ക് 2 പേർക്കും സമാധാനത്തോടെ ജീവിക്കാമായിരുന്നു എന്നുള്ളത്. എന്ന് ഞാനിതുവരെ കരുതിയിട്ടൊന്നുമില്ല. ഇങ്ങനെ റിസ്ക് എടുത്ത് കാണുന്നതിലും ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് ചുറ്റിക്കറങ്ങുന്നതിലും ഞാനൊരു സുഖമൊക്കെ കാണുന്നുണ്ടെന്ന് അനി നന്ദുവിനോട് പറയാം. നിനക്കും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നൊക്കെ പറയുമ്പം, പക്ഷെ നീ ഓവറാടാ. ചില നേരത്തൊക്കെ നീ ഒട്ടും മെച്യൂരിറ്റി ഇല്ലാതെ പെരുമാറുന്നതെന്നും ഒരുമാതിരി കൊച്ചു കുട്ടികളെ പോലെ നീ എന്നൊക്കെ നന്ദു അങ്ങനെ പറഞ്ഞപ്പം, പ്രേമത്തിന് പ്രായമില്ലടി, അതുകൊണ്ട് അതങ്ങനെ. എന്നാലും ഇനി നിനക്ക് കുറച്ച് മെച്യൂരിറ്റിയൊക്കെ വേണം, അത് ആവശ്യമാണ്. ഇനി എന്താ നീ ഉദ്ദേശിക്കുന്ന ആ ഒരു മെച്യൂരിറ്റി? അതൊന്ന് പറഞ്ഞ്. ഇനിയൊരു പക്ഷേ നീയും നവീനുമായിട്ടുള്ള കല്യാണം വീട്ടുകാരെല്ലാവരും കൂടി ഉറപ്പിക്കുകയാണെങ്കിൽ ഞാനതിനൊരു തടസ്സമാകാതെ മാറി നിൽക്കണമെന്നാണോ? അതിന് നീ വേറെ ആളെ നോക്കിയാൽ മതി എന്നൊക്കെ അനി പറയുമ്പോൾ, എടാ, ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ ഭാര്യ ആക്കണമെന്ന് ഏതൊരാളും ആഗ്രഹിക്കും. പിന്നെ എന്നാൽ അതിനേക്കാളും ഇതാണ് പെൺകുട്ടികളുടെ കാര്യം. അതുകൊണ്ട് നിന്നെ നഷ്ടപ്പെടുന്നത് എനിക്ക് മരിക്കുന്നതിന് തുല്യമാണെന്ന് നന്ദു പറയാം. നീ സംശയിക്കുന്നത് പോലും എനിക്ക് പലപ്പോഴും സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നന്ദു ഇങ്ങനെ അനിയോട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അത്രയും കേട്ടപ്പോൾ. നവീൻ നമുക്കിടയിലേക്ക് വന്നാൽ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു എന്നും അതുകൊണ്ടാണ് അവൻ്റെ മനസ്സിലുള്ളത് എന്നോട് പറഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത സുഹൃത്തായിട്ട് പോലും ഞാൻ നിന്നോടത് പറയാതിരുന്നതെന്ന കാര്യം അനി നന്ദുവിനോട് പറയണം. അങ്ങനെ ഇവർ രണ്ടുപേരും ആ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. എന്നാലും നിനക്ക് എന്നോടൊരു വാക്ക് പറയാമായിരുന്നു എന്ന് നന്ദു പറയുമ്പോൾ, പറ്റിപ്പോയടി, എനിക്കറിയായിരുന്നു അവൻ എപ്പോഴെങ്കിലും അവൻ്റെ ഇഷ്ടം പറയുമെന്നുള്ളത്. ഞാനും അവന്തികയും തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് നടക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആളും അവൻ തന്നെയാണ്. അവന് ചിലപ്പോൾ ഒരു ഡൗട്ട് അടിച്ച് കാണും, നമ്മൾ തമ്മിൽ ഇനി എന്തെങ്കിലും അടുപ്പമുണ്ടോ എന്നുള്ളത്. അപ്പം അങ്ങനെ അടുപ്പമുണ്ടെന്ന് തോന്നിയിരുന്നെങ്കിൽ നവീനേട്ടൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് പിന്നെ എന്നെ പ്രപ്പോസ് ചെയ്യില്ലായിരുന്നു എന്ന് നന്ദു പറയാം. അവൻ എല്ലാ അർത്ഥത്തിലും നല്ലവനൊക്കെ തന്നെയാണ്. പക്ഷേ മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിനെ കാണുമ്പം ആണിൻ്റെ സ്വഭാവത്തിൽ മാറ്റമൊക്കെ വരത്തില്ലേ? അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അടിമുടി വരെ മാറിയെന്നും വരാവുന്ന കാര്യമൊക്കെ പറയണു. ഇനി എന്തായാലും പെട്ടെന്നൊന്നും എൻ്റെ വീട്ടുകാർ അവന്തികയായിട്ടുള്ള നിശ്ചയവും കല്യാണമൊന്നും നടത്താൻ പറയുമെന്ന് എനിക്ക് തോന്നണില്ല എന്നൊക്കെ അനി നന്ദുവിനോട് പറഞ്ഞിട്ട്, കാരണം നിനക്ക് മുത്തശ്ശനെ അറിയാവുന്നതാണല്ലോ, ആദർശേട്ടനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് പോലും നല്ലതിന് വേണ്ടിയിട്ടാണെന്നും അങ്ങനെ ഞങ്ങൾ കൊച്ചുമക്കളുടെ നല്ല ഭാവി മാത്രം ആലോചിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു മുത്തശ്ശനാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് എന്നെ കൂടുതൽ വിഷമിപ്പിക്കും എന്നെനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരുടെയൊക്കെ മുന്നിൽ പറഞ്ഞത് എൻ്റെ വിഷമങ്ങളാണെന്നും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ അനുഭവിച്ച വേദനകളാണെന്നൊക്കെ അനി പറയാം. പിന്നെ എനിക്ക് ചിലപ്പോൾ വലിയ ബിസിനസ്സുകാരനൊക്കെ ആകാൻ കഴിയുമായിരിക്കും, അതിലൂടെ കോടികൾ സമ്പാദിക്കാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞേക്കും. പക്ഷേ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടാൻ പറ്റാത്ത ഒരു കോടീശ്വരനും ജീവിതത്തിലെല്ലാം നേടിയെന്ന് ഇതുവരെ അഹങ്കരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്നേഹിച്ച പെണ്ണിനൊപ്പമുള്ള ജീവിതത്തിന് കോടികളുടെ സമ്പാദ്യത്തിനേക്കാളും മൂല്യമുണ്ടെന്നൊക്കെ പറയണം. എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷവും ഇതൊക്കെ തന്നെ പറയണം കേട്ടോ. അല്ലാതെ ആ സമയത്ത് നിന്നെ പോലൊരു അഹങ്കാരിയെ കെട്ടിയത് കാരണം ജീവിതം തൊലഞ്ഞു പോയെന്നൊന്നും പറഞ്ഞേക്കരുത്. സ്നേഹിച്ച് കെട്ടിയവരിൽ കൂടുതലും അങ്ങനെ പറയുന്നവരാണെന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ഇതിൽ പറഞ്ഞു. അങ്ങനെ നീ പറയാതിരുന്നാൽ മതി. അനന്തപുരിയിലെ പയ്യനെന്നോ മൂർത്തി ജ്വല്ലറിയിലെ പയ്യനെന്നോ അല്ലെങ്കിൽ ആ ഒരു പേരൊന്നും എനിക്ക് വേണ്ട. നന്ദു എന്ന നിൻ്റെ പേരിനൊപ്പം അനി എന്ന എൻ്റെ പേര് കൂടി ഒന്ന് ചേർക്കണം. അത് നടക്കണേന്നാ എൻ്റെ പ്രാർത്ഥന അത്രയുമെന്ന് അനി ഇങ്ങനെ നന്ദുവിനോട് പറയുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ സ്വപ്നം കണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.